Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ബയോമെഡിക്കൽ വേസ്റ്റിലുള്ള ഫ്ലോ ചാർട്ട് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹസാർഡ് വേസ്റ്റും അതുപോലെ തന്നെ നോൺ ഹസാർഡ് വേസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇനി വീണ്ടും നമ്മൾ പറഞ്ഞ ടേബിൾ ആണ്. ടേബിള് പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? സ്റ്റാർട്ട് ചെയ്തായിരുന്നോ ടേബിള്? ഓർക്കുന്നുണ്ടോ? ടേബിൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല. ഓക്കെ, ദെൻ നോക്കാം. ഇപ്പൊ ടേബിളില് വീണ്ടും നമ്മൾ ഓരോ ടൈപ്പ് വേസ്റ്റുകളുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ ഫസ്റ്റ് ഇതിനകത്ത് രണ്ട് ഡിവിഷൻ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ബയോളജിക്കൽ ഇൻഫെക്ഷ്യസ് റിസ്ക് ആയിട്ടുള്ള വേസ്റ്റുകളും കെമിക്കൽ റിസ്ക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബയോളജിക്കൽ റിസ്ക് ആ ഒരു സെക്ഷൻ നോക്കാം. ബയോളജിക്കൽ റിസ്കില് ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ദെൻ പാത്തോളജിക്കൽ വേസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ടൈപ്പുകൾ ഏതൊക്കെയാണ്? ഷാർപ്പ് വേസ്റ്റിന്റെ എക്സാമ്പിൾസ്, ഇൻഫെക്ഷൻസിനായിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പാത്തോളജിക്കൽ വേസ്റ്റുകൾ, ഇതിലെല്ലാം ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നോക്കാം. ഷാർപ്പ് വേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോസ്പിറ്റലുകളിൽ വരുന്ന ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഏതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകൾ? നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഷാർപ്പ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്നത് നീഡിൽസ് ആണ്, അല്ലെ? നീഡിൽസ്, ബ്ലേഡ്സ്, ബ്രോക്കൺ മീൻസ് പൊട്ടിച്ച ചെറിയ വസ്തുക്കളും മറ്റും. ഇതൊക്കെയാണ് ഷാർപ്പ് വേസ്റ്റുകള്. ദെൻ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഇൻഫെക്ഷൻ ആയിട്ടുള്ള വേസ്റ്റുകൾ. വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, ബ്ലഡിനാൽ മലിനപ്പെട്ടിട്ടുള്ള വേസ്റ്റുകൾ. ഇപ്പൊ ചിലപ്പോൾ ബ്ലഡ് ആയിട്ടുള്ള തുണികളാകാം, അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സുകളോ എന്തെങ്കിലും വസ്തുക്കള്. അതുപോലെ തന്നെ കൾച്ചേഴ്സ്, കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിമെൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ലബോറട്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന സ്പെസിമെൻസുകൾ. ദെൻ ഐസൊലേഷൻ. അതിന്റെ ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത് എപ്പോഴാണ്? ഐസൊലേഷൻ. ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ കേട്ടിരിക്കുന്നത്? കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ കൊറോണ വന്ന ടൈമിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേമാണ് എന്ത്? ഐസൊലേഷൻ, അല്ലെ? പേഷ്യന്റ് ഐസൊലേഷനിലാണ്, ഐസൊലേഷൻ വാർഡിലാണ്, അല്ലെ? സോ ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ തനിയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് റൂമും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ്, ഐസൊലേറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതാണ് ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന കോവിഡ് പോലുള്ള ഡിസീസസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. സോ ഈ ഐസൊലേറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ വസ്തുക്കൾ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വസ്തുക്കളാണ്, അതിൽ നിന്നും എന്താണ്? അസുഖം പകരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇൻഫെക്ഷൻസ് വേസ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. മീൻസ് ഐസൊലേഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ആ ഒരു പേഷ്യന്റ് ഐസൊലേഷനിലായിരുന്നപ്പോൾ ഉപയോഗിച്ച വസ്തുക്കൾ. ഓക്കെ, ദെൻ ഇനി പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? ബോഡി പാർട്സ്, ഹ്യൂമൻ ടിഷ്യൂസ് ആൻഡ് അനിമൽ കാർക്കേസസ്. കാർക്കേസസ് എന്ന് വെച്ചാൽ എന്താണ്? മൃതശരീരങ്ങൾ, അനിമൽസിന്റെ ജീർണിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളും മൃതശരീരങ്ങളും. ദെൻ ഹ്യൂമൻ ടിഷ്യൂസ്, ബോഡി പാർട്സ്, ഇതൊക്കെയാണ് പാത്തോളജിക്കൽ വേസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ടേബിൾ പഠിക്കുമ്പോൾ ഓരോന്നിന്റെയും എക്സാമ്പിൾ വെച്ച് പഠിച്ചു പോകുക. അതാണ് ഈ ടേബിളിൽ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? നീഡിൽസ്, ബ്ലേഡ്സ്, ബ്രോക്കൺ. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അങ്ങനെ ഓരോ ടേബിളും നിങ്ങൾ എന്താ പറയാ എക്സാമ്പിൾസ് അനുസരിച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ഇനി ടേബിളിന്റെ അടുത്ത സെക്ഷനിലോട്ട് വരാം. കെമിക്കൽ റിസ്ക്, കെമിക്കൽ പരമായിട്ടുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകൾ എന്തൊക്കെയാണ്? അതിലും വീണ്ടും ടേബിൾ നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെയാണ്? കെമിക്കൽ വേസ്റ്റുകൾ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അപ്പൊ ഫസ്റ്റ് വൺ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റില് നമുക്കറിയാം ഫാർമസിയിൽ നിന്നും മറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് ഫാർമസിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ? നിങ്ങൾക്കറിയാലോ ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്കിൽ നോക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്. പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഫാർമസിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ. എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ ഉണ്ടാകാം, വാക്സിൻസുകൾ ഉണ്ട്, അല്ലേ? ദെൻ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിന് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് എക്സ്പയർഡ് ഡ്രഗ്സ്, എക്സ്പയർഡ് വാക്സിൻസ്, ദെൻ സൈറ്റോടോക്സിക് വേസ്റ്റ്. നമ്മൾ പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞുള്ള മെഡിസിൻസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ വാക്സിനുകള്,
Then cytotoxic waste. Cytotoxic എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോശങ്ങളെ നമ്മുടെ സെല്ലുകളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വേസ്റ്റസ്. ഓക്കെ, ഇനി കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റുകൾക്ക് ഉദാഹരണം നോക്കാം. കെമിക്കൽ സോൾവെന്റ്സ്, കെമിക്കൽ ആയിട്ടുള്ള രാസലായകങ്ങള്, അതുപോലെ തന്നെ മെർക്കുറി, ക്ലീനേഴ്സ്, ബാറ്ററീസ്, ഇതൊക്കെയാണ് കെമിക്കൽ വേസ്റ്റുകൾ. നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് പോലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അത്. അതുപോലെ തന്നെ ബാറ്ററീസ്, എക്യുപ്മെന്റ്സുകളുടെയൊക്കെ മീൻസ് ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാറ്ററീസ്. ഇനി റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനകത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് റേഡിയോ ന്യൂക്ലൈഡ്സ്. മീൻസ് നമ്മൾ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഈ റേഡിയോ ന്യൂക്ലൈഡ്സുകൾ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ടേബിളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓരോ ടൈപ്പ് വേസ്റ്റും അതിന്റെ എക്സാമ്പിൾസും ആണ് ഈ ഒരു ടേബിളിൽ പഠിക്കാനായിട്ടുള്ളത്. ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ടേബിൾ ഒന്ന് വായിച്ചു നോക്കി, 3 times വായിച്ചു നോക്കണം കേട്ടോ. ടേബിള് 3 times വായിക്കണം. 3 times ഞാൻ വായിക്കാൻ പറയുന്നത്, വായിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് 3 times വായിക്കാൻ പറയുന്നത്. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ടേബിൾ പഠിക്കണം. നീ പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടോ കേട്ടോ. നെക്സ്റ്റ് വൺ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. നോക്കാം. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, MOEF അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്, MOEF, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ഇനി എന്താണ് MOEF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരിസ്ഥിതി വന മന്ത്രാലയം, പരിസ്ഥിതി വന മന്ത്രാലയം എന്നാണ് പറയുന്നത്. സോ നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി വനവൽക്കരണ പരിപാടികളും മറ്റും ആസൂത്രണം ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയാണ് MOEF എന്ന് പറയുന്നത്. Then ഇവിടെ ബയോമെഡിക്കൽ വേസ്റ്റില് MOEF-ന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. Ministry of Environment and Forest have promptly developed and released the guidelines to hospitals to guarantee the safe and correct disposal of waste. ഈ MOEF ഗൈഡ്ലൈൻസ് റിലീസ് ചെയ്തിട്ടുണ്ടെന്ന്, അതായത് ഹോസ്പിറ്റലിലെ ബയോമാലിന്യങ്ങളെ സേഫ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യാനായിട്ടുള്ള ഗൈഡ്ലൈൻസുകൾ MOEF ആണ് പുറപ്പെടുവിക്കുന്നത്. Then Biomedical Waste Management and Handling Rules 1998 came into effect. Underline ചെയ്യാം. Biomedical Waste Management and Handling Rule 1998-ലാണ് അത് നിലവിൽ വന്നത്. Then it offers uniform recommendations and code of practice for biomedical waste management. അപ്പോ ഈ ഒരു റൂള് ഒരുപാട് റെക്കമെൻഡേഷൻസുകൾ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് അമെൻമെന്റ് ഡേറ്റ് ഓൺ 6/3/2000 and second amendment dated on 17/9/2003, then 2018 and 2019. അതായത് 1998-ലാണ് ഇത് ഇഫക്റ്റ് came into effect. Then അതിനുശേഷം അതിൽ അമെൻമെന്റ്സ് വന്നിട്ടുണ്ടെന്ന്. ഇനി അമെൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിയമം വന്നു കഴിയുമ്പോൾ ആ നിയമത്തിന് ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ 3 വർഷം കഴിയുമ്പോഴോ അതിൽ വീണ്ടും ഭേദഗതികൾ വരുത്തും, കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിനെയാണ് ഈ അമെൻമെന്റ് എന്ന് വിളിക്കുന്നത്, ഭേദഗതികൾ. ഓക്കെ, അപ്പോ 1998 വന്നു. ദെൻ അത് 2000 ആയപ്പോഴേക്കും അതിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് അമെൻമെന്റ് കുറെ ഭേദഗതികളൊക്കെ വരുത്തി. ദെൻ വീണ്ടും 2003 വന്നപ്പോഴും അതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി. ലാസ്റ്റ് 2018-ലും 2019-ലും കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമെൻമെന്റ് ഡേറ്റുകളൊന്നും നോക്കണ്ട, നിങ്ങൾ മെയിൻ ആയിട്ടുള്ള 1998 എന്നുള്ളത് ഓർത്ത് വെക്കാം.
ഓക്കെ. ദെൻ ഓരോ ഇയറിലും അത് ഭേദഗതി വന്ന കാര്യങ്ങൾ പറയുന്നത് അതൊന്നും അണ്ടർലൈൻ ചെയ്യണ്ട. 1998 അണ്ടർലൈൻ ചെയ്യാതെ MOEF എക്സ്പാൻഡഡ് ഫോം. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? MOEF എന്താണ്? MOEF കുറിച്ചൊന്നും ഒരുപാടൊന്നും പഠിക്കാനില്ല. ഈ MOEF ഹോസ്പിറ്റലിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ സേഫ് ആയിട്ടും പ്രോപ്പർ ആയിട്ടും ഡിസ്പോസൽ ചെയ്യാനായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ MOEF ആണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു നോക്കാം. പാരഗ്രാഫ് വായിക്കാം. Okay, clear ആണോ? വായിച്ചില്ലാവല്ലോ. Okay, the next one. What is biomedical waste as per law? നിയമപ്രകാരം ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ച് എന്താണ് നിയമം പറയുന്നത്? Biomedical waste shall not be combined with other waste. മറ്റ് വേസ്റ്റുകളുമായിട്ട് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. Then biomedical waste shall be separated into containers, bags at the point of generation, prior storage, transportation, treatment and removal. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. നമുക്ക് അടുത്തത് പഠിക്കാനുണ്ട് കേട്ടോ കണ്ടെയ്നേഴ്സിൽ. ദെൻ അതിന്റെ ജനറേഷൻ പോയിന്റിൽ തന്നെ ബയോമാലിന്യങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് റിമൂവൽ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രോസസ്സുകൾ, ഇതെല്ലാം ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, ദെൻ എങ്ങനെയാണ് അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കണം. ദെൻ ഈ മാലിന്യങ്ങൾ മറ്റ് വേസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്, രോഗകാരികളാണ് അല്ലെ. അപ്പോ മറ്റു മാലിന്യങ്ങളായിട്ട് അത് കൂട്ടിക്കലർത്തി മിക്സ് ചെയ്യാൻ പാടില്ല. ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. അടുത്തത് പറയുന്നത് ഒക്യുപ്പയർ എന്ന് പറയുന്നത് ആരാണ്? ഒക്യുപ്പയർ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആണ്. ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലില് ഈ ഒരു ബയോമെഡിക്കൽ ആ ഒരു സെക്ഷൻ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാകും അല്ലെ. സോ ആ സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടി എന്താണ് അവർ ചെയ്യേണ്ടത്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് ഓക്യുപ്പന്റ് ഓഫ് എ ഫെസിലിറ്റി producing biomedical waste which comprises a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory and blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. ഒറ്റ വാക്കിൽ പറയാം നോക്കാം. അപ്പോ ഒക്യുപ്പന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ. സോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, ക്ലിനിക്സ്, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അനിമൽ ഹൗസ്, പാതോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, ഇവിടെ നിന്നുമെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യങ്ങളെ makes all steps to make sure that such waste is handled without any negative impact human health and environment. അല്ലെ, അതായത് ജൈവ മാലിന്യങ്ങൾ, ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഹോസ്പിറ്റലും നഴ്സിംഗ് ഹോമും ഇവിടെ നിന്നും കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളെ, അത്തരം മാലിന്യങ്ങൾ എന്ത് വേണം? മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റിനും നെഗറ്റീവ് ഇമ്പാക്ട് വരുത്താത്ത രീതിയിൽ, അതായത് മനുഷ്യനും അതുപോലെ തന്നെ നമ്മള് എൻവയോൺമെന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. സോ മനുഷ്യനും എൻവയോൺമെന്റിനും നെഗറ്റീവ് ആയിട്ടുള്ള പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നടപടികൾ ഒക്യുപ്പയർ സ്വീകരിക്കണം. ഓക്കെ, ഇതാണ് പറയുന്നത്
മനുഷ്യനും പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കണം ഈ മാലിന്യങ്ങൾ ഡിസ്പോസൽ ചെയ്യാനും അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ ചെയ്യുക. ഓക്കെ, അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോയും വായിക്കുക, ദെൻ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. കംപ്ലീറ്റ് ചെയ്ത വായിച്ചു എല്ലാവരും? Okay, then biomedical waste management process. The hospital waste like body parts, organs, tissues, blood bank, and body fluids, along with solid linen, cotton, bandage, and plaster cast. Underline ചെയ്യാട്ടോ. Hospital waste examples ആണ് underline ചെയ്യാം. Hospital waste like body parts, organs, tissues, blood and body fluids, along with solid linen, cotton, bandage, and plaster cast. അവിടെ വരെ underline ചെയ്യാം കേട്ടോ. So, underline ചെയ്ത അത്രയും. Okay. Then infected and polluted areas are important to be properly gathered, separated, stored, moved, handled, and disposed of in safe approach to avoid nosocomial or hospital developed illness. So, hospital മാലിന്യങ്ങളായിട്ടുള്ള ഈ ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ എന്താണ് കോട്ടൺ, ലിനൻ, ബാൻഡേജ്, ഈ തുടങ്ങിയ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ എന്ത് വേണം, അതിന് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ കളക്ട് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യണം, സ്റ്റോർ ചെയ്യാം, അതിനെ മൂവ് ചെയ്യുമ്പോഴും ഹാൻഡിൽ ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും സേഫ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കണം. Then to avoid എന്തിനു വേണ്ടി നോസോകോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നും ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനസ് മീൻസ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ പഠിച്ചിട്ടുണ്ടോ? എടുത്തതാണോ ചാപ്റ്റർ? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എടുത്തതാണോ? എടുത്തിട്ടില്ല. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഡെവലപ്പ് ആകുന്ന അസുഖങ്ങളിൽ നിന്നും മറ്റ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നും അണ്ടർലൈൻ ആണോ പറയാം കേട്ടോ, അപകടങ്ങളിൽ നിന്നും സേഫ് ആകാൻ വേണ്ടി അത് എന്ത് വേണം, പ്രോപ്പർ ആയിട്ട് തന്നെ കളക്ട് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ വേസ്റ്റുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ലൈൻ തുടങ്ങി കണ്ടോ, ഹോസ്പിറ്റൽ വേസ്റ്റിലായിട്ട് ബോഡി പാർട്ട്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കോട്ടൺ, ബാൻഡേജ് ആൻഡ് പ്ലാസ്റ്റർ കാസ്റ്റ്. അവിടം വരെ അണ്ടർലൈൻ ചെയ്യുക, പ്ലാസ്റ്റർ കാസ്റ്റ് വരെ എക്സാമ്പിൾസ് ആണ് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ. ഓക്കെ, Okay. Then the
process is the following. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന കുറച്ച് പ്രോസസ് ആണ്. ഫസ്റ്റ് വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യണം ആദ്യം തന്നെ അല്ലെ. വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റിൽ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് ഫസ്റ്റ് ടൈം വേസ്റ്റ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. Is moving solid waste to the point of treatment or landfill from point of usage and disposal. എന്താണ് പറയുന്നത്? അതായത് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഖരമാലിന്യങ്ങൾ നമ്മൾ എന്ത് വേണം, ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് പോയിന്റ് എവിടേക്കാണ് സംസ്കരണ പോയിന്റ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുമല്ലോ, അവിടേക്ക് എന്ത് ചെയ്യണം, ഈ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളെ ആ ഒരു ഡിസ്പോസലിലേക്കോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ നിന്ന് നമ്മൾ ഇൻസിനറേഷൻ മീൻസ് കത്തിക്കുന്ന എവിടേക്കാണോ, മീൻസ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ചിലപ്പോൾ ലാൻഡ് ഫില്ല് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കത്തിച്ച് കളയാനായിരിക്കും, ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോകാം. കളക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സോളിഡ് ആയിട്ടുള്ള ഖരമാലിന്യങ്ങളെ മാത്രം എടുത്ത് അത് ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയയിലോട്ട് കൊണ്ടുപോകുക. ദെൻ സെക്കറേഷൻ. സെക്കറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുന്ന പ്രോസസ്സ്. Separation makes it simple to stop the spread of illness. അല്ലേ, നമ്മള് ഈ മാലിന്യങ്ങള് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, ഇൻഫെക്ഷൻ അല്ലാത്ത രീതിയിലുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഫുഡിന്റെ ഫുഡ് സ്ക്രാപ്സോ അല്ലെങ്കിൽ പേപ്പർ കാർഡ്ബോർഡോ തുടങ്ങിയവയൊന്നും ഇൻഫെക്ഷൻ ഇല്ലാത്തതാണ് അല്ലെ. സോ നമ്മൾ മിക്സ് ചെയ്തിടുമ്പോ അത് ഇൻഫെക്ഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമ്മള് മാലിന്യങ്ങള് കളക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഇൻഫെക്ഷൻസ് അല്ലാത്ത വേസ്റ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്പ്രെഡ് ചെയ്യുന്നതിനെ, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അണുബാധ, അസുഖങ്ങളൊക്കെ വരുമല്ലോ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖങ്ങളൊക്കെ വരില്ലേ, അത് തന്നെയാണ് ഇൻഫെക്ഷൻ, അണുബാധ. ഓക്കെ ഓക്കെ. ദെൻ പിന്നെ പറയുന്നത് നോക്കാം. Makes it simple to the disposal of choice and can lessen the burden on the waste treatment system and protect against injuries. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന്, നമ്മൾ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലെസൺ ബേർഡൻ, വലിയ ഭാരം ഉണ്ടാവില്ല. കാരണം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്, അവരത് രണ്ടാമത് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇഞ്ചുറീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഷാർപ്പ് വേസ്റ്റുകളൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിക്സ് മുറിവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം അവർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും, എങ്കിലും അത് എടുക്കുമ്പോ എന്താണ് മുറിവുകളും ഇഞ്ചുറിയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, നമ്മള് സെപ്പറേറ്റ് ചെയ്ത് തന്നെ വേസ്റ്റുകൾ നിക്ഷേപിക്കുക. ഓക്കെ. ഇപ്പൊ നമ്മളുടെ വീട്ടില് ഹരിതകർമ്മസേന വരാറില്ലേ, നമ്മൾ വേസ്റ്റ് കൊടുക്കാറുണ്ട്, പ്ലാസ്റ്റിക്. അതെന്ത് ചെയ്യും, നമ്മൾ കൊടുത്തതിന് ശേഷം അവര് ചിലപ്പോ റോട്ടിലോ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് വെക്കും ഓരോന്നും ഇങ്ങനെ പ്ലാസ്റ്റിക്കുകള് അല്ലെ. അങ്ങനെ അത് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് വെക്കാറില്ലേ, കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. സോ അത് അവർക്ക് ബോർഡൻ ലെസൺ ചെയ്യാനും സാധിക്കും. ഇതുപോലെ തന്നെ മറ്റു ഇഞ്ചുറീസിനും ഹെൽപ്പാണ്. ഓക്കെ, വായിച്ചിട്ടോ കേട്ടോ അത്രയും ഭാഗം.
പഠിച്ച് കംപ്ലീറ്റ് ചെയ്തോ? ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലം, ജോലി പാലം കൊടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ തന്നെ എന്ത് ചെയ്യണം, വീണ്ടും സെപ്പറേറ്റ് ചെയ്തതായിട്ട് വരും അല്ലേ? അപ്പൊ ആ ഒരു ബേർഡൻ കുറയ്ക്കാനായിട്ട് അത് നമ്മൾ ആദ്യമേ തന്നെ അത് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സെപ്പറേഷൻ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ, വേർതിരിക്കാനുള്ള ഒരു മീനിങ് ആണ് സെപ്പറേഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ഒരു ടേബിൾ ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, ടേബിൾ ആണ്. ദെൻ ടേബിള് എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വേറൊരു കാര്യം നമുക്ക് എടുക്കാനുണ്ട്, എന്നിട്ട് ടേബിളിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. ടേബിൾ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു പേജ് കൂടി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡ്ലൈൻ ഉണ്ട്. പേജ് നമ്പർ ഒന്ന് എടുത്ത് വെച്ച്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. കണ്ടോ? ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, സോ നമുക്ക് ആദ്യം ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് എടുക്കാൻ പോകുന്നത്. അതിനുശേഷം ടേബിളിലോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും. സോ അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എടുക്കുന്നത്. എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ചികിത്സ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബയോമാലിന്യങ്ങളെ സംസ്കരിക്കുന്ന മെത്തേഡ്സുകൾ, പ്രോസസ്, ഡിസ്പോസൽ രീതിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ മാലിന്യങ്ങള്, ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സുകളാണ്. The various disposal methods now in use are the following. മെയിൻ ആയിട്ട് നമ്മൾ ഈ ബയോമാലിന്യങ്ങളെ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ നോക്കാം. ആദ്യത്തെ മെത്തേഡ് ആണ് ഇൻസിനറേഷൻ ടെക്നോളജി. അപ്പൊ ഈ ഓരോ മെത്തേഡ്സും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. എളുപ്പമാണ് മനസ്സിലാക്കി, മലയാളത്തിലോ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എങ്ങനെയാണോ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നത്. ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഓരോ മീൻസ് ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി കേട്ടോ. അപ്പൊ ആദ്യം വരുന്നത് ഇൻസിനറേഷൻ ടെക്നോളജി. എന്താ ഇൻസിനറേഷൻ എന്ന് വെച്ചാല് മലയാളത്തിൽ എന്താ പറയാ? ഇൻസിനറേഷൻ കേട്ടിട്ടുണ്ടോ? ഇൻസിനറേഷൻ മലയാളത്തിൽ എന്താ പറയാ? പറഞ്ഞോളൂ. ഡൗട്ട് ഒന്നും വേണ്ട, തെറ്റിപ്പോണെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. എന്താ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്? കത്തിക്കുക, ദഹിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ദഹിപ്പിക്കുക, കത്തിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. നോക്കാം. This is a high temperature thermal process that employs burns the waste under controlled condition for changing them into inert material, chemically inactive and gases. അതായത് ഹൈ ടെമ്പറേച്ചർ തെർമൽ പ്രോസസ് ആണ്. ഉയർന്ന രീതിയിലുള്ള ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസ് വെയറിംഗ് വേസ്റ്റിനെ എംപ്ലോയി കത്തിക്കുകയാണ്. ദെൻ കത്തിച്ചുകൊണ്ട് ആ വേസ്റ്റിനെ ഇനേർട്ട് മെറ്റീരിയൽ ആക്കി മാറ്റുന്നു. ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരമാക്കി മാറ്റുന്നു. ആ നമ്മൾ കത്തിക്കുന്ന വേസ്റ്റിനെ കത്തിച്ചതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു? ഇനേർട്ട് ആക്കി മാറ്റുന്നു. ദെൻ കെമിക്കലി ഇനാക്റ്റീവ് മീൻസ് അതിനെ ഇനാക്റ്റീവ് ആക്കുന്നു, നശിപ്പിച്ച് അതിനെന്ത് ചെയ്യുന്നു? ചാരമാക്കി മാറ്റുന്നു. ആൻഡ് ഗ്യാസസ്, ചിലത് ഗ്യാസസ് ഫോമിലോട്ട് ആകുന്നു. Then incinerators can be either oil fired or powered by electricity or a combination. ഇനി ഈ വേസ്റ്റുകൾ കത്തിക്കുന്നത് ഏത് രീതിയിലൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ ഓയിൽ ഫയർഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ പെട്രോളോ ഡീസലൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നത്. അല്ല എങ്കിൽ പൈപ്പ്, ഇലക്ട്രിക്കലി ഓർ കോമ്പിനേഷൻ, ഇലക്ട്രിക്കലി ആയിട്ട് കത്തിക്കും. ഇപ്പൊ നമ്മള് ആണെങ്കിൽ ഡെഡ് ബോഡിയൊക്കെ നമ്മൾ ദഹിപ്പിക്കുന്നതില്ലേ ഇലക്ട്രിക്കലി ആയിട്ടല്ലേ? ആണോ?
ഇലക്ട്രിക്കലായിട്ട് നമ്മൾ ദഹിപ്പിക്കുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്ന വലിയ ഓഡിറ്റോറിയംസിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് വലിയ മാളുകളിലൊക്കെ ആണെങ്കിൽ ഈ വേസ്റ്റുകൾ കത്തിക്കുന്ന ഒരു മെഷീനൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇലക്ട്രിക്കലായിട്ട് വേസ്റ്റുകൾ ബേൺ ചെയ്യുന്ന മെഷീൻസുകളൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ല? ഓക്കെ. സോ അങ്ങനെയുള്ള മെഷീൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. മാൾസിലൊക്കെ ഉണ്ടാവും, അപ്പൊ മാളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടാകും. സോ രണ്ട് രീതിയിൽ നമുക്ക് കത്തിക്കാം. ഒന്നില്ലെങ്കിൽ ഇതുപോലെ എന്താ പെട്രോൾ ഡീസലൊക്കെ വെച്ച് കത്തിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടും നമ്മൾ ഈ വേസ്റ്റുകൾ കത്തിക്കുന്നു. ഇനി the advantages of this type, it can lessen volume of solid waste to 30% of original volume. ഈ ഒരു മെത്തേഡ് സാനിറ്ററി അതുപോലെയൊക്കെ തന്നെ ഒരു ഇലക്ട്രിക്കൽ തന്നെയാണ് കേട്ടോ. ദെൻ അപ്പോ ഈ ഒരു ഇൻസിനറേഷൻ ടെക്നോളജി കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് ഖരമാലിന്യങ്ങളുടെ വേസ്റ്റിന് നമ്മളൊരു 30 ഒറിജിനൽ വോളിയത്തിൽ നിന്ന് 30% മാത്രമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ വീട്ടില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വീട്ടില് നിങ്ങള് ചവറുകളും മറ്റും ചപ്പും ചവറൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കാൻ പോണെന്ന് വിചാരിക്കും. നമ്മള് ഈ ചപ്പ് ചവറുകൾ പരിസരവും കഴിച്ച് വൃത്തിയാക്കി ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഉണ്ടാവും ചവറുകൾ, ഇല്ലേ? കുറേ ഞാൻ നമ്മൾ കൂട്ടിയിടും. കത്തിക്കഴിയുമ്പോൾ അത് എത്രയായി മാറും? ഫുള്ള് നമ്മൾ കത്തിച്ചു കഴിയുമ്പോൾ അത് ഇതായിട്ട് മാറും, വളരെ കുറച്ച് ചാരമായിട്ട് മാത്രം മാറും, അല്ലെ? അടിയിൽ കുറച്ച് ചാരം മാത്രമായിട്ട് മാറും, അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഒറിജിനൽ വോളിയത്തിന്റെ ഒരു 30% മാത്രമായിട്ട് മാറുന്നു. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ചിലപ്പോൾ ഈ കത്തിക്കുന്നത് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ട് വേസ്റ്റ് കത്തിക്കുകയായിരിക്കും. ഇതിന് കത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താവും? ഒരു 30% കത്തി ലാസ്റ്റുള്ള ഒരു ചാരമായിട്ട് മാത്രം മാറുന്നു. അത്രയും വേസ്റ്റ് കത്തി കഴിയുമ്പോൾ ഒറിജിനൽ വോളിയത്തിൽ നിന്ന് ഒരു 30% മാത്രമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ടെക്നോളജി വേറെ ഒന്നുമില്ല, കത്തിക്കലാണ്, ദഹിപ്പിക്കുകയാണ്. ഇലക്ട്രിക്കലായിട്ടും അല്ലാത്ത രീതിയിൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? കത്തിക്കുന്നു. വായിച്ചു നോക്കാം കേട്ടോ, ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഇൻസിനറേഷൻ? ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഓട്ടോക്ലേവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ കേട്ടോ. The process use steam at high temperature. High temperature steam ചെയ്യാനാണ്, ഈർന്ന നീരാവിയാണ് ഉപയോഗിക്കുന്നത്. It has been suggested for microbiology and biotechnology waste. അതായത് ഷാർപ്പ് വേസ്റ്റുകൾ, അതുപോലെ ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകൾ, ലബോറട്ടറി മാലിന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ ഈ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത്. This technology offers certain categories of waste that is not determinable, so the treated residues can be landfilled. So ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റുകൾ, ലബോറട്ടറി വേസ്റ്റുകളും ഷാർപ്പ് വേസ്റ്റുകൾ, അവിടെ ഉപയോഗിക്കുന്ന സിറഞ്ച്, നീഡിൽസ് എന്നിങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത്. ദെൻ ഇത് ആദ്യം എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചറിൽ ഓട്ടോക്ലേവ് ചെയ്യും. ദെൻ ഓട്ടോക്ലേവ് ചെയ്ത് അതിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിച്ച്, ഓട്ടോക്ലേവ് ചെയ്തത് എന്തിനാണ്? ഇൻഫെക്ഷന്, അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഓട്ടോക്ലേവ് ചെയ്ത് അതിൽ അണുക്കളെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ
The treated residues എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അവശിഷ്ടം മീൻസ് നമ്മൾ അണുക്കളൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ആ ഒരു സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻ ബി ലാൻഡ് ഫീൽഡ്. സെക്യൂർ ആയിട്ട് നമ്മൾ അതിനെ ലാൻഡ് ഫീൽഡ് ചെയ്യും, കുഴിച്ചു മൂടുന്നു. അണുക്കളൊന്നും ഇല്ലാതെ അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം ആ ബാക്കി വേസ്റ്റുകൾ നമ്മൾ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ലാൻഡ് ഫീൽഡ് ചെയ്യുന്നു. ഇതാണ് ഓട്ടോക്ലേവിംഗ്. അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനെ ലാൻഡ് ഫീൽഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓട്ടോക്ലേവിംഗ് എളുപ്പമാണ്. ജസ്റ്റ് ഓട്ടോക്ലേവ് ചെയ്യാം, അതിനെ നമ്മൾ ലാൻഡ് ഫീൽഡ് ചെയ്യാം. Then മൂന്നാമത്തെ മെത്തേഡ് നോക്കാം, മൈക്രോവേവ് ഇറാഡിയേഷൻ. മൈക്രോവേവ് ഇറാഡിയേഷൻ നോക്കാം. മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കാറുണ്ടോ? മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കാറുണ്ടോ? ആരുടെ വീട്ടിലില്ല? ആരുടെ വീട്ടിലില്ല? ഓവൻ ഉണ്ടോ? കേക്ക് ഉണ്ടാക്കിയത് നമ്മള് ഇല്ല. ഓക്കെ, നോക്കാം. The microwave is based on the principle of generation of high frequency wave. ഒരാളുടെ വീട്ടിലുണ്ട്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി വേവ്സിലാണ് ഈ ഒരു മൈക്രോവേവ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. Then the waves cause the particles within the waste material to crumble. Crumble ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ട്രംബിൾ ചെയ്യാ. അതായത് നമ്മളിപ്പോ ഓവനിൽ ഒരു സാധനം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അതിങ്ങനെ ട്രിബിൾ ചെയ്യും. ട്രിബിൾ ചെയ്യാന്ന് വെച്ചാൽ ഈ പാത്രം ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വീട്ടിലുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അനിതയ്ക്ക് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓവനിലേക്ക് വെക്കുമ്പോ റൊട്ടേറ്റ് എന്ന് വെച്ചൊരു ഷിവറിംഗ് പോലെ ഇങ്ങനെ കാണിക്കുന്നത്. അതിന്റെ ആ ഒരു ഫ്രീക്വൻസി വേവ്സിൽ നമ്മൾ അത് വെക്കുമ്പോൾ ഇപ്പൊ കുക്ക് ചെയ്യാനും മറ്റു വെക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ട്രിബിൾ ചെയ്യാൻ തുടങ്ങും. ട്രിബിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. സോ ഇവിടെ നമ്മൾ അതുപോലത്തെ തന്നെ ഒരു വലിയൊരു ഉപകരണമാണ് ഈ മൈക്രോവേവ് ഈ ഇറിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഈ നമ്മുടെ വേസ്റ്റുകളെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പാത്രം, ഒരു ബേസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിനുള്ളിലേക്ക് ഈ വേസ്റ്റുകൾ നമ്മൾ ഇടുമ്പോൾ ആ വേസ്റ്റ് എന്ത് ചെയ്യും? ട്രിബിൾ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ട്രിബിൾ ചെയ്യും. സോ ഈ ട്രിബിൾ ചെയ്യുന്ന ടൈമിൽ ഈ അണുക്കൾ ഡിസ്ട്രോയ് നശിക്കപ്പെടും. This heat produced within the destroy all pathogens. ഇത് ട്രബിൾ ചെയ്യുന്ന ടൈമില് ആ ഒരു മാലിന്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള രോഗകാരികൾ നശിച്ചു പോകുന്നു. ഇതാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്ന് അടിച്ചു നോക്കൂ. ആ ഒരു വലിയൊരു മെഷീൻ കാണാൻ പറ്റും. അതിൽ ഇതിന്റെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ട്. നോക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തോ നോക്കാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. ഇവിടെയാണോ പറഞ്ഞത്? നോക്കിയായിരുന്നോ? നിങ്ങളോടാണോ പറഞ്ഞത്? വേറെ ക്ലാസ്സിലാണോ? കൂടുതലായിട്ട് ഡീറ്റെയിൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ആ പ്രോസസ് എന്താണെന്ന് മാത്രം മതി. ഇനി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് നോക്കാം. ഓക്കെ, ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എങ്കിലും ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിക്ചറൊക്കെ കാണാം. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഓട്ടോക്ലേവിംഗും ദെൻ മൈക്രോവേവ് ഇറാഡിയേഷനും വായിക്കാം കേട്ടോ. ഇത് തന്നെ കൂടുതലാണ് അല്ലേ അർജുൻ? ഓക്കെ, നോക്കണ്ട, താല്പര്യമുള്ള അത് ഞാൻ പറഞ്ഞത്, ആഗ്രഹമുള്ളവര് നോക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, മാക്സിമം സിമ്പിൾ ആയിട്ടാണ് പഠിത്തിരിക്കുന്നത്. ഓക്കെ,
ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പഠിക്കണം. ഓരോന്നും മനസ്സിലാക്കി പഠിച്ചാൽ മതി. എന്താ പറയാ, ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കും. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ ഓരോ പ്രോസസ് എന്താണ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കത്തിക്കുകയാണ്, ഓട്ടോക്ലേവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് വേസ്റ്റ് ഓട്ടോക്ലേവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എന്താണ് ഫില്ല് ചെയ്യുന്നു, മൈക്രോവേവിലും മാലിന്യങ്ങളെ നമ്മൾ നശിപ്പിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ. നെക്സ്റ്റ് നോക്കാം, കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സ് ഡിറ്റർമിനന്റ്. ഓട്ടോക്ലേവിംഗിലാണോ? ഓക്കെ. നോട്ട് ഡിറ്റർമിനന്റ് so that treated produce can be landfill. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഓട്ടോക്ലേവ് ചെയ്യുന്നത് നമ്മൾ ഷാർപ്പ് വേസ്റ്റുകളൊക്കെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്തിട്ട് ഹാനികരമല്ലാത്ത ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ദോഷമല്ലാത്ത ബാക്കി അവശിഷ്ടങ്ങൾ, അതായത് അണുക്കളൊക്കെ നശിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി റിസഡ്യൂസ്, ഓക്കെ, അതിനെ ലാൻഡ്ഫിൽ ചെയ്യുന്നു, ദോഷകരമല്ലാത്ത വസ്തുക്കൾ. Okay. Then chemical methods. 1% for chemical disinfection, 1% hypochlorite solution can be used. Chemical methods അതായത് ഈ മാലിന്യങ്ങളുടെ ഒരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാണ്. 1% കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഉപയോഗിക്കാണ്. അതായത് എന്താണ്, കെമിക്കൽ 1% കെമിക്കലും അണുനശീകരണത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ അടുത്തൊരു മെത്തേഡ് ആണ് പ്ലാസ്മ പൈറോളിസിസ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പ്ലാസ്മ പൈറോളിസിസ് ഇതൊരു പ്രോസസ് ആണ്. പ്ലാസ്മ പൈറോളിസിസ് അൾട്രാ മോഡേൺ ടെക്നോളജി ഫോർ safe removal of medical waste. It is an environment friendly technology. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ കേട്ടോ, അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഈ പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രോസസ് ആണ് കേട്ടോ. ഇതും ഇതുപോലെ നമ്മുടെ യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്മ പൈറോളിസിന്റെ വലിയൊരു പ്രോസസ് ആണ്. ദെൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിക്കാനായിട്ടുള്ളൂ. ദെൻ പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ടെക്നോളജി ആണ്. സേഫ് ആയിട്ട് മെഡിക്കൽ മാലിന്യങ്ങളെ റിമൂവ് ചെയ്യാനായിട്ടുള്ള എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് plasma pyrolysis process, the thermal degradation of organic substances in the absence of air, oxygen, utilizing plasma energy. എയറിന്റെ സാന്നിധ്യമില്ലാതെ, ഓക്സിജൻ വേണ്ട അവിടെ, പ്ലാസ്മ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാലിന്യങ്ങളെ നമ്മൾ തെർമൽ ഡീഗ്രഡേഷൻ ചെയ്യുന്നു. അതായത് നമ്മള് പ്ലാസ്മ എനർജി, പ്ലാസ്മ എന്ന് പറഞ്ഞൊരു ഊർജ്ജമാണ് കേട്ടോ. നമ്മൾ മാറ്റേഴ്സ് പഠിച്ചിട്ട് കേൾക്കാരം, ദ്രാവകം, വാതകം, അതൊക്കെ നെക്സ്റ്റ് അടുത്ത മാറ്റേഴ്സ്, അതാണ് എന്താ പ്ലാസ്മ എന്ന് പറയുന്നത്. സോ ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് വായുവിന്റെ അഭാവത്തില്, അവിടെ നമുക്ക് വായുവിന്റെ ആവശ്യമില്ല, ഓക്സിജന്റെ സാന്നിധ്യം വേണ്ട. സോ ആ ഒരു വായുവിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നു, പദാർത്ഥങ്ങളുടെ താപനശീകരണം, മീൻസ് നമ്മൾ എന്താ പറയാ വിഘടിക്കാന്ന് പറയുന്ന വസ്തുക്കളെ, മീൻസ് നമ്മൾ തീ കത്തിച്ചുകൊണ്ട് ആ വസ്തുക്കളെ വിഘടിക്കുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു എന്താ പറയാ അൾട്രാ മോഡേൺ ടെക്നോളജി സേഫ് റിമൂവലിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റുകള് സേഫ് ആയിട്ട് റിമൂവൽ ചെയ്യുന്ന ഒരു അൾട്രാ മോഡേൺ ടെക്നോളജി ഏതാണ്, ടെക്നോളജിയുടെ പേരായിരിക്കും ചോദിക്കുന്നത്. എപ്പോഴും പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്ലാസ്മ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അതിന്റെ സ്റ്റെപ്സോ പ്രോസസ്സോ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താണ് സംഭവം നോക്കാം. പ്ലാസ്മ എനർജി ഉപയോഗിച്ച് ഓക്സിജന്റെ അഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, താപ വിഘടനം, മീൻസ് വസ്തുക്കളെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. അടുത്തത് ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാല് നിലംപതിക്കൽ, നമ്മൾ കുഴിച്ചു കൂടുക. As the name indicates, land disposal include two methods, which are open dumping and sanitary landfill. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം എന്താ പറയാ, എങ്ങനെയാ കുഴിച്ചു മൂടുന്നത് ഹാനികരമല്ലേ എന്ന് വെച്ചിട്ടാൾ ഉണ്ടോ? ആരുടെ മനസ്സിൽ തോന്നിയില്ല? ഈ മാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്നത് ശരിയാണോ, അത് അപകടകരമല്ലേ?
ആർക്കും തോന്നിയില്ല? കുറച്ച് പേർക്കൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലെ? ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തോന്നിക്കാണും അല്ലെ? കുറച്ച് പേര് ചിലപ്പോ ക്ലാസ് എന്താ വെച്ചിട്ടേ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ? ഒട്ടും തോന്നിയിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ലാൻഡ് ഫില്ല് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നേരത്തെ നമ്മൾ ഒരു പോയിന്റിൽ പറഞ്ഞു ലാൻഡ് ഫില്ല് ചെയ്യുന്നത് അല്ലെ? അപ്പോഴും കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും. അങ്ങനെ ലാൻഡ് ഫില്ല് ചെയ്യുന്നത് ശരിയാണോ? ഇത്തരം മാലിന്യങ്ങൾ അല്ലെ? അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു സെക്യൂർ ആയിട്ടുള്ള ലാൻഡ് ഫിൽ ആണെന്ന്. ലാൻഡ് ഡിസ്പോസലില് 2 ടൈപ്പ് ഡിസ്പോസൽ ഉണ്ട്. ലാൻഡ് ഡിസ്പോസൽ കുഴിച്ചു മൂടുന്നത് 2 ടൈപ്പ് ഉണ്ട്. നോക്കാം. ഒന്ന് ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ് ഫില്ല്. ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ് ഫില്ല്. ഇനി ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആണോ? പക്ഷെ പൊതുവെ അർജുൻ ഈ ചാപ്റ്റർ അങ്ങനെ ഡിഫിക്കൽട്ട് ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം പഠിക്കാനായിട്ട് പഠിക്കണം എങ്കിലും പറഞ്ഞ പോലെ ചിലവർക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മള് നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ ബയോമെഡിക്കൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് കളർ കണ്ടെയ്നർ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് അടുത്തൊരു വലിയൊരു ടേബിളില്. സോ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇനി ചെല്ലുമ്പോൾ ഇതുപോലെ കളർ കോഡുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് നോക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങള്. പാടാണ്, ഡിഫിക്കൽട്ട് ആണെന്ന് ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂള് ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾസിൽ പറയുന്നത് അല്ലെ? കുറച്ചും കൂടി തേർഡ് ഫോർത്ത് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കുറച്ച് ഡിഫിക്കൽട്ടും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ തന്നെയാണ് അർജുൻ പാടാണോ ഡിഫിക്കൽട്ട് ആണോ അല്ലെങ്കിൽ ഈസി ആണോ എന്ന്. ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്ക് പഠിക്കണം അല്ലെ? എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കണം. കാരണം എന്താണ്, ഈ പാഠം നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റുമോ? എക്സാമിന് അതിൽ നിന്ന് ചോദിക്കും. സ്കിപ്പ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മള് അല്ലെ? അപ്പൊ എത്ര ടഫ് ആണെങ്കിലും നമ്മൾ തന്നെ സ്വയം കണ്ടെത്താം. എനിക്ക് പഠിക്കണം, പറ്റും. ഓക്കെ, സാധിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ തന്നെ ശ്രമിക്കുക അതിന് വേണ്ടി. ഓക്കെ, അപ്പൊ ടഫാണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയെങ്കിൽ അവിടെ എന്ത് വേണം? എഫേർട്ട് കുറച്ച് കൂടുതൽ എടുക്കണം പഠിക്കാനായിട്ട്. ഓക്കെ, ലാൻഡ് ഡിസ്പോസലിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണ് പറയുന്നത്. ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ് ഫില്ലും. ഓപ്പൺ ഡംപിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ ഏരിയയിലും ഇതുപോലെ ഹൈവേയുടെ പണികളൊക്കെ മറ്റും നടക്കുന്നത് കൊണ്ട് ഒരേ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് എന്താ ചെയ്യുന്നത്? വേസ്റ്റ് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഓപ്പൺ ഡംപിങ് ആണോ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ? നിങ്ങളുടെ ഏരിയയിലുണ്ടോ ഓപ്പൺ ഡംപിങ് ചെയ്യുന്നതേ? വഴിയിലും പരിസരത്തും അല്ലെ? വെറുതെ കിടക്കുന്ന ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു പാമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് കൊണ്ടുവന്ന വേസ്റ്റുകൾ ഡംപ് ചെയ്യും. ഓക്കെ, ഓപ്പൺ ഡംപിങ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ്. ഇത് ഒരിക്കലും സുരക്ഷിതമല്ലാത്തൊരു മെത്തേഡ് ആണ്. ഓപ്പൺ ഡംപിങ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർ ആണ്. ബിക്കോസ് കാരണം എന്താണ്? വേസ്റ്റ് wouldn't be discarded in any open space that may lead to pollution problem. പൊല്യൂഷൻ പ്രോബ്ലംസ് സൃഷ്ടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. Then for sanitary landfill, ഇനി sanitary landfill എന്താണെന്ന് നോക്കാം. A secluded area is selected away from the population. ആളൊഴിഞ്ഞ പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്യും. ഇനി എന്താ സെക്ലൂഡഡ് എന്ന് പറഞ്ഞാല്? ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയ, ആൾ താമസമൊന്നും ഇല്ലാത്ത, പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. The dumping is performed in the ditches layer. അതായത് നമ്മൾ കുഴി കുഴിച്ചിട്ട് അതിനകത്തൊക്കെ ഇടുകയല്ല ചെയ്യുന്നത്. ഓരോ ലെയർ വൈസ് ആയിട്ടാണ് നമ്മൾ ഈ മാലിന്യങ്ങൾ നമ്മൾ ഇടുന്നത്. ഇനി നമ്മൾ ഇടുന്ന മാലിന്യങ്ങൾ ഓട്ടോക്ലേവ് ഒക്കെ ചെയ്തുകൊണ്ട് ഡിസിൻഫെക്റ്റഡ് ആക്കിയിട്ടുള്ള മാലിന്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുഴിച്ചു മൂടുന്നത്. അല്ലാതെ അത് ഇൻഫെക്ഷനോട് കൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം ഒരിക്കലും കുഴിച്ചു മൂടുന്നത്. ലെയർ വൈസ് ആയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്റ്റഡ് ആയിട്ടുള്ള മാലിന്യങ്ങളെ ലെയർ വൈസ് ആയിട്ട് നമ്മൾ കുഴിച്ചു മൂടുന്നത്. And care is taken what is waste is not exposed to the atmosphere. അറ്റ്മോസ്ഫിയർ ആയിട്ട് അധികം എന്താ പറയാ എക്സ്പോസ് ചെയ്യാതെ സമ്പർക്കം വരുത്താത്ത രീതിയിൽ നമ്മള് ലെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാലിന്യങ്ങളെ നിക്ഷേപിക്കുന്നത്. അത് ഓൾറെഡി അണുവിമുക്തമാക്കിയിട്ടുള്ള മാലിന്യങ്ങളെയാണ് നമ്മൾ കുഴിച്ചു മൂടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലാൻഡ് ഫില്ല് 2 മെത്തേഡ് ആണ്, ഓപ്പൺ ഡംപിങ് ദെൻ സാനിറ്ററി. അപ്പോ സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാനിറ്ററി ലാൻഡ് ഫില്ല് ആണ്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. പ്ലാസ്മ പാരോളിസിസും വായിക്കണം, ദെൻ ലാൻഡ് ഡിസ്പോസലും വായിക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? പ്ലാസ്മ പൈറോളിസിസും ഗ്ലാൻഡ് ഡിസ്പോസലും. ലാസ്റ്റ് മെത്തേഡ് ആണ് ഇനർട്ടിസിയേഷൻ. ഇനർട്ടിസിയേഷൻ രണ്ടെണ്ണം കേട്ടോ, മാറിപ്പോകാതും. ഫസ്റ്റ് നോക്കിയത് ഇൻസിനറേഷൻ ആണ്. ദെൻ ഇനർട്ടിസിയേഷൻ. ഇനർട്ടിസിയേഷൻ എന്ന് പറഞ്ഞാല് നിഷ്ക്രിയത്വം. പ്രോപ്പർ പറയാണോ കേട്ടോ? നിഷ്ക്രിയത്വം. നോക്കാം. In inertization, to bring down the toxicity of the waste and minimize likely risk. അതായത് നമ്മള് മാലിന്യത്തിന്റെ വേസ്റ്റിന്റെ ആ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു മാലിന്യത്തിന്റെ ആ ഒരു എന്താ പറയുക കാഠിന്യത്തിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇനർട്ടിസേഷനിലൂടെ സാധിക്കുന്നു. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സിമെന്റ് ഓർ അനദർ ഇനർട്ട് മെറ്റീരിയൽ. അതായത് മാലിന്യത്തിന്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാലിന്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിമെന്റ് പോലുള്ള മറ്റ് ഇനർട്ട് മെറ്റീരിയൽ, ഇപ്പൊ നമ്മൾ പറയും സിമെന്റ് അല്ലെങ്കിൽ കുമ്മായം ഒക്കെ മിക്സ് ചെയ്യുന്നു ആ ഒരു മാലിന്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി. അറൌണ്ട് 30 to 40% ഓഫ് സിമെന്റ് ഈസ് ബ്ലെൻഡഡ് ദ വേസ്റ്റ്. ഒരു 30 to 40% സിമെന്റ് ഈ മാലിന്യത്തോടൊപ്പം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാലിന്യത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. This method is useful for treating pharmaceuticals and incineration ashes. ഇത് കൂടുതലായിട്ടും ഫാർമസിയിൽ നിന്നുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി മെഡിസിൻസുകൾ, ഡ്രഗ്സുകൾ അല്ലെ. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ അത് ദഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസിനറേഷൻ ആഷസ്, ഇത് ദഹിപ്പിച്ചിട്ടുള്ള ചാരുണ്ടാവുമല്ലോ, ഈ ചാരത്തിന്റെ ഒപ്പം ഈ പറയുന്ന സിമെന്റ് ഒരു 30 to 40% മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാഠിന്യത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സിമെന്റോ അല്ലെങ്കിൽ ഇതുപോലെ കുമ്മായം പോലുള്ള വസ്തുക്കള് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കാഠിന്യത്തിന്റെ ആ ഒരു ദോഷകരമായിട്ടുള്ള വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഇനർട്ടിസിയേഷൻ. ഇനർട്ടിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്ക്രിയത്വം എന്നാണ്. അതായത് നമ്മള് വേസ്റ്റിന്റെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, ടോക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദോഷകരമായിട്ടുള്ള മാലിന്യത്തിന്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി സിമെന്റ് പോലുള്ള വസ്തുക്കൾ മിക്സ് ചെയ്യുന്നു. സിമെന്റോ അല്ലെങ്കിൽ പറഞ്ഞ കുമ്മായം പോലുള്ള വസ്തുക്കളൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നു. അത് ഇതുപോലെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളോ മറ്റോ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളൊക്കെ അങ്ങനെയുള്ള വേസ്റ്റുകളുടെ ഒപ്പവും നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള ചാരം ഉണ്ടല്ലോ, ചാരത്തിന്റെ ഒപ്പമൊക്കെ ഈ ഒരു സിമെന്റ് മിശ്രിതം മിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്പോസൽ ആൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡാണ് പഠിച്ചത്. ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറാഡിയേഷൻ, then chemical methods, plasma pyrolysis, lamp disposal and inertization. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ടേബിളിൽ പഠിക്കാൻ പോകുന്നത്. ടേബിളിൽ നിങ്ങൾ നോക്കി മെയിൻ ആയിട്ട് കാറ്റഗറി നമ്പർ എത്രയാണ്, ദെൻ ആ കാറ്റഗറിയിൽ പെടുന്ന ടൈപ്പ് വേസ്റ്റിന്റെ ഏത് ടൈപ്പാണ്, ദെൻ ഏത് ടൈപ്പ് കളർ കോഡ് കണ്ടെയ്നറിലാണ് ആ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്, ദെൻ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ്. കണ്ടോ ഡിസ്പോസൽ മെത്തേഡ് നോക്കി നിങ്ങൾ കണ്ടോ? ഇൻസിനറേഷൻ, ദെൻ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ദെൻ ലാൻഡ്ഫില്ലർ, ഓട്ടോക്ലേവിംഗ്. കണ്ടോ നമ്മൾ എന്താണെന്നത് പഠിച്ചു. ഇൻസിനറേഷൻ എന്താണ്, ഓട്ടോക്ലേവിംഗ്, അതുപോലെ തന്നെ എന്താണ് മൈക്രോവേവ് റേഡിയേഷൻ അല്ലെ. ഇൻസിനറേഷൻ ഒക്കെ പഠിച്ചു. പിന്നെ നമുക്കത് ടേബിൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഞാനത് എടുക്കാതെ അല്ലെ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എടുക്കാതെ ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇൻസിനറേഷൻ എന്താണ്, ഓട്ടോക്ലേവിംഗ് എന്താണ്, സംശയം വരില്ലേ? വരുമോ സംശയം? അതുകൊണ്ടാണ് മുൻകൂട്ടി എന്ത് ചെയ്തത്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എടുത്തത്. അപ്പൊ അവിടെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി ടേബിള് നമുക്ക് എടുത്തു പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളേക്കും ടേബിൾ ഒന്ന് വായിക്കാട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാവശ്യം വായിച്ചു നോക്കുക. എടുത്തത്രയും നന്നായിട്ട് വായിക്കണം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം നല്ല രീതിയിൽ. അതുപോലെ തന്നെ പഠിക്കാൻ സമയം കണ്ടെത്താം.
എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കാം. ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പഠിക്കാനായിട്ട് ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഉള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവർ എന്ത് വേണം, എഫോർട്ട് എടുക്കണം കുറച്ച്. നമുക്ക് ഏതാണോ കുറച്ച്, അപ്പൊ നമ്മൾ അവിടെ കുറച്ച് സമയം കൂടുതൽ കണ്ടെത്തണം. ഓക്കെ, ഇതിനകത്ത് ആ ഒരു ടേബിളുകളും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടുകളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ബാക്കി പഠിക്കണ്ടെന്നല്ലാട്ടോ അതിനർത്ഥം. 1998 ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അണ്ടർലൈൻ ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1998 എന്നുള്ളത്. MOEFന്റെ വരുന്ന 1998 അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.